ലോകം താണിറങ്ങി വന്നതോ, സ്വപ്നം തേടി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. കണ്ടണഞ്ഞാൽ പൂവിനൊരു ചാഞ്ചാട്ടം, ചുണ്ടിനുള്ളിൽ പുഞ്ചിരിയുടെ തിരനോട്ടം. വണ്ടണഞ്ഞാൽ പൂവിനൊരു ചാഞ്ചാട്ടം. ഞാനാരാന്ന് നിനക്കറിയാമോ? ഞാനാ മംഗലശ്ശേരി നീലകണ്ഠൻ. അല്ല എടാ, ഞാനാടാ ബിജു പത്രി നാടകം. നിനക്കറിയത്തില്ലല്ലേ? മനസ്സിലാക്കി തരാടാ ഞാൻ. ഒറ്റ വീഡിയോ കാണാണ്ടല്ല. താൻ 2-3 ദിവസമായല്ലോ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാ സംഭവം? എന്നാ ഞാനോ? ഇത് എവിടാ പറയുന്നത്? ഇവിടെ താൻ 3 ദിവസം ഈ പറമ്പിൽ കിടന്നിട്ട് ഓരോന്ന് കാണിക്കുന്നു. എന്താ കാര്യമൊന്നും താൻ തെളിച്ച് പറ. എന്നാ സംഭവിച്ചെന്നാ? ഞാനോ? ആ ഓർക്കട്ടെ. ആ സാറേ, അതെ വേറെ ഒന്നുമല്ല. ഞാൻ വീട്ടിലേ പൈസയൊന്നും ഇല്ലല്ലോ. മോക്കങ്ങ് എഴുത്തെഴുതി. ഒരു കൊച്ച, എൻ്റെ അവസ്ഥ ഭയങ്കര. 5 പൈസ കയ്യില്ല. അതുപോലെ താടിയൊക്കെ ഇതുകൊണ്ട് കണ്ടില്ലേ സാറേ, ഒന്ന് വെട്ടണം. അതിനുവേണ്ടി കൊച്ചിനോട് ഇച്ചിരി പൈസ വയ്ക്കാൻ ഞാൻ എഴുത്തെഴുതാൻ വേണ്ടി പേപ്പർ കീറി. പേപ്പർ എഴുത്തൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അയക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരണമെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കണ്ടേ. ഒരു കവറൊക്കെ പഴയൊക്കെ തപ്പിയെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട്, പിന്നെ അവൻ്റെ കൊച്ചിൻ്റെ ബുക്ക് നോക്കിയപ്പോൾ അതിന് 2-3 സ്റ്റാമ്പ് കിട്ടി. അതൊരു സ്റ്റാമ്പ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നാക്കാൻ ഇങ്ങനെ ഒട്ടിച്ച്, രണ്ടാമത്തെ ഒരെണ്ണം കൂടെ എടുത്ത് ഇങ്ങനെ വെച്ച് അതും ഒട്ടിച്ചു. മൂന്നാമത്തെ എൻ്റെ പൊന്ന് സാറേ, എടുത്ത മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. സാറേ, ഒരു സംശയം ചോദിക്കട്ടെ? ഈ സ്റ്റാമ്പിനകത്ത് നക്ഷത്രവും പൂവൊക്കെ വെച്ച് ആരാന്നേ?